എന്താ ചെയ്യണേ? വെറുതെ ചുമ്മാ അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്തുട്ട് യെസ് എന്ന് പറയുന്നത് കൊറേ ആൾക്കാരായില്ല അമ്പലത്തിൽ കണ്ടപ്പോ. അബ്രോഡ് ഓ അത് ആ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ്. എത്ര കുട്ടികളാ ശരിക്കും നമ്മുടെ അവിടെ വരുമ്പോ നമ്മളെ കാണാൻ വരുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ആ. അവര് ചോദിക്കും. ഞാൻ ചോദിക്കുമ്പോ അവര് പറയും ഞാന് പുറത്ത് പോവാൻ നിൽക്കാണ്, അല്ലെങ്കിൽ ഞാന് അങ്ങോട്ട് പോവാൻ നിൽക്കാണ്, ഈ കൊല്ലം പറ്റിയില്ല അടുത്ത കൊല്ലെങ്കിലും പോണം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആക്ച്വലി ഇത് കുറെ പേരെ കാണും നമ്മുടെ അവിടെ തന്നെ. നന്ദു, ജോമി, ജോസഫ്, ആദർശ് ഇപ്പൊ പോയത്. അപ്പോ ഇവരൊക്കെ കുറെ 1 കൊല്ലം 2.5 കൊല്ലം കുറെ സ്ട്രഗിൾ ചെയ്ത് പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് അവർ പോയത്. ഞാൻ ആക്ച്വലി നമ്മുടെ ഗഡി ശ്രീനുവിന്റെ അടുത്ത് പറയുമ്പോൾ ഇവരൊക്കെ ടക്കട്ടക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറിപ്പോണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു അതൊരു കമ്പനി ആക്കാം, അതൊരു ഫോർമാറ്റ് ആക്കി ഈ കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും അവിടെ പോയി താമസിക്കാനുള്ളതും അവിടെ പോയ മലയാളി നമ്മുടെ ഗഡികളെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് യെസ് എബ്രോഡ്. ഓ കൊറേ പേര് ചോദിച്ചെന്നോടുന്ന്. അതിപ്പോ എല്ലാവരും ഈ സ്റ്റോറീസിൽ ഇപ്പൊ ഇതിൽ കാണല്ലേ, ഇങ്ങനെ റീൽസ് എല്ലാ ദിവസവും ഇട്ട് പോലെ. അത് കാരണമാണ് ഒരു കാര്യം ചോദിച്ചാ നമുക്കും പോകാൻ പറ്റുമോ? നമ്മള് പോവാണ്. ഒരു സംശയം ഉറപ്പായിട്ട്. കംപ്ലീറ്റ് യാത്രയാണ്. എന്നെ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാൻ നമുക്ക്. ഇനിയിപ്പോ ഫുൾ ട്രിപ്പാണ്. അതല്ല ചേട്ടാ, ഒന്ന് പോവാട്ടോ. ശരി.